ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, BCA എടുക്കണോ, BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, BTech എടുക്കണോ, അങ്ങനെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് എസ്പെഷ്യലി ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ BCA വേഴ്സസ് BTech ആണ്. ഈ BCA BTech ഏതാണ് ബെറ്റർ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ജോബിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. മൈ നെയിം ഇസ് മനു ഫ്രാൻസിസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അഡ്വയർ ലേൺ. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ BCA ആണ്, രണ്ടാമത്തെ നമ്മുടെ BTech ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ കോഴ്സ്? നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ ത്രൂ ഔട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ BCA എടുക്കണോ അല്ലെങ്കിൽ BTech എടുക്കണോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊരു പാത്വേ ഇവിടെ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ഫാക്ടേഴ്സിലും നിങ്ങൾ BCA എടുത്താൽ എന്തായിരിക്കും ഗുണം, BTech എടുത്താൽ എന്തായിരിക്കും ഗുണം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഏത് വീഡിയോസിലാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ഏത് മാർക്കറ്റിംഗ് കോളുകളിലാണെങ്കിലും ആര് നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്തോ ഇത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ട ഫാക്ടേഴ്സ് മാത്രമേ തരുന്നുള്ളൂ. ഡിസിഷൻ ഫുള്ളി മേക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഐഡിയലി ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതി എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഫാക്ടർ, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാക്ടർ വിച്ച് വി ആർ ലുക്കിംഗ് ഇൻ ടു ഇസ് ദ കണ്ടന്റ്. കണ്ടന്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് BTech എടുക്കാം. BTechനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാടധികം പ്രാക്ടിക്കൽ ലാബുകളും കുറേ അധികം പേപ്പറുകളും, അതുമാത്രമല്ല കോറായിട്ടുള്ള സൈബർ സെക്യൂരിറ്റി മാത്രമല്ല IT-നെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് BTech എന്ന് പറയുന്നത്, BTech കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടന്റിന്റെ കാര്യത്തിൽ BCAയുടെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലോ ആൻഡ് ഡിഫറെൻറ്റ് കമ്പയർഡ് ടു BTechനെ കമ്പയർ ചെയ്യുമ്പോൾ BCAയുടെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. BCA ഫോർ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ അതിനകത്തൊരു ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് BCA വരുന്നത്. ബട്ട് BTechനെ സംബന്ധിച്ച് ഒരു കമ്പ്യൂട്ടർ ഫ്രം ബോട്ടം അപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണോ ആ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം BTechൽ വരുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ നോളജിനെ സംബന്ധിച്ച് BTech കഴിഞ്ഞവർക്കായിരിക്കും കൂടുതൽ ടെക്നിക്കൽ നോളജ് ഉണ്ടാവുക. ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ജോലി കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. അതായത് ക്യാമ്പസിലേക്ക് തന്നെ നിങ്ങളുടെ കോളേജിലേക്ക് തന്നെ നിങ്ങൾ കോഴ്സ് കഴിയുന്ന ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് കമ്പനികൾ വന്ന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നിങ്ങളെ സ്വന്തമായിട്ട് അവർ ഹയർ ചെയ്ത് അവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ജോലി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് IT കമ്പനികൾ ഏറ്റവും കൂടുതൽ വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കാണ് കൂടുതൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് വരുന്നത്. BCAനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സെലക്റ്റഡ് കോളേജസിലേക്ക് മാത്രമാണ് കൂടുതലും കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വളരെ കുറച്ച് കോളേജസുകളിലേക്ക് മാത്രമാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ IT റിലേറ്റഡ് ഹയറിങ്സിന് കമ്പനീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ BTech ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് ആണ്. ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാമ്പസിൽ വന്ന് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഓൺ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് അല്ലെങ്കിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു വേറെ രീതിയാണ് നമ്മുടെ ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങി ബട്ട് കോളേജിൽ വെച്ച് നമുക്കൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ബട്ട് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് നമുക്കുള്ളത് സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി ഏതാണെന്നോ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ എന്ന് പോലും നോക്കാതെ ഹയർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസിൽ എൻട്രി ലെവലിലേക്ക്, അതായത് തുടക്കത്തിലെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങളെ ജോലിക്ക് എടുക്കുന്നത് MNC കമ്പനികളാണ്. അപ്പോൾ MNC കമ്പനികൾ നിങ്ങൾ നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ MNC കമ്പനികൾ പ്രിഫർ ചെയ്യുന്നത് BTech ഉള്ള കാൻഡിഡേറ്റ്സിനാണ്. BTech ഉള്ള കാൻഡിഡേറ്റ്സിനെ ഓവർ ദാൻ BCA ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മിനിമം MCA ക്വാളിഫിക്കേഷൻ എങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ BTech ഓർ MCA ആണ് കൂടുതൽ MNCs ചോദിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളത് കൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു കേസിലും നമുക്ക് BTech ആണ് ബെറ്റർ ആയിട്ട് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഓൾ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈമറിലി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് BTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കോഴ്സുകളാണ്.
ആൻഡ് ദെൻ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ BCAയിലേക്കോ BSc കമ്പ്യൂട്ടർ സയൻസിലേക്കോ പോകേണ്ട ഒരു രീതി. ഇനി ഒരു അഡീഷണൽ കാര്യം കൂടി ഞാനൊന്ന് ആഡ് ചെയ്യാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ BTech ആണ് എടുക്കുന്നെങ്കിലും BCA ആണെങ്കിൽ എടുക്കുന്നെങ്കിലും ഈ രണ്ട് കാര്യത്തിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എടുക്കുന്ന കോളേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലെങ്കിലും പോയി എങ്ങനെയെങ്കിലും ഒരു BTech കംപ്ലീറ്റ് ചെയ്യുക, BCA കംപ്ലീറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോരുത്. ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി തന്നെ നമ്മളെ ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ പിയർ എങ്ങനെയുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള സ്റ്റുഡൻസ് എങ്ങനെയാണുള്ളത്, അവർ കുറച്ചും കൂടെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണോ അതോ അവർ വളരെ ലേസി ആയിട്ടുള്ള ആളുകളാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു രീതിയും ഡിഫറൻസ് വരും. അപ്പോൾ എപ്പോഴും നിങ്ങളെ കോമ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉള്ള സ്ഥലത്തേക്ക് വേണം പോകാൻ നോക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല കോളേജിൽ തന്നെ എൻട്രി കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ നോക്കണം. ബെറ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ് കാര്യങ്ങൾ ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലേസ്മെൻറ്റ് എത്ര പേര് പഠിച്ചതിൽ എത്ര പേര് പ്ലേസ്ഡ് ആയി എന്നുള്ളൊരു കാര്യം ചോദിക്കാം. അതുപോലെ തന്നെ നേരത്തെ പഠിച്ചിറങ്ങിയ ഒരു 5 സ്റ്റുഡൻറ്റിൻ്റെ അടുത്തെങ്കിലും പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് എന്നുള്ള ഒരു കാര്യം ഒന്ന് ചോദിച്ചറിയാം. പിന്നെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിറങ്ങിയ പല കോളേജസ് ഉണ്ടാവും. അപ്പോൾ ഈ കോളേജുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങളുടെ ബാക്കി സ്റ്റുഡൻസിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചിറങ്ങിയ കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു, പ്ലേസ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ മാത്രം ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യാനും, ഇനി അതുപോലെ തന്നെ പുതിയ സൈബർ സെക്യൂരിറ്റി കോഴ്സുകളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഐഡിയലി ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടും നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും പോകുന്ന ഒരു വഴിയുണ്ട്. അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്ത ഒരു കാര്യം കൂടിയാണ്. നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്, നിങ്ങൾ 10th കഴിയുന്ന സമയത്ത് ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് എത്ര മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രയും മാർക്ക് അച്ചീവ് ചെയ്യുക. ദെൻ +2 വന്നതിന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. +2 കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദെൻ നിങ്ങൾ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ബയോളജി എടുക്കുന്നതിനേക്കാളും. അതുകൊണ്ടാണ് +2 കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം BTech കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. BTech കമ്പ്യൂട്ടർ സയൻസ് ഇൻ സ്പെഷ്യലൈസേഷൻ സൈബർ സെക്യൂരിറ്റി വരാണെങ്കിലും ഓക്കെയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു കോഴ്സ് എടുക്കുക. ആൻഡ് ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു എൻട്രി ലെവൽ ജോബിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുക. EC കൗൺസിലിൻ്റെ CH സർട്ടിഫിക്കേഷനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൊവൈഡറിൻ്റെ ഒരു നല്ല സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്, സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് വളരെ ഗുഡായിരിക്കും നിങ്ങൾ ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ദെൻ ഒരു ജോബിലേക്ക് നിങ്ങൾ ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതാണ് ഏറ്റവും ഐഡിയലി ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് എഡ്വെയർ ലേണിംഗ്. നമ്മുടെ എഡ്വെയർ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ISO 9000 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് ഓൾസോ നമ്മൾ EC കൗൺസിലിൻ്റെ, അതായത് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഇ-കൊമേഴ്സ് കൺസൾട്ടൻറ്റിൻ്റെ അക്രഡിറ്റഡ് ട്രെയിനിങ് സെൻറ്റർ ആണ്. ആൻഡ് നമ്മുടെ മിക്ക ട്രെയിനിങ്സും പോകുന്നത് NISTൻ്റെ, അതായത് US ഗവൺമെൻറ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജിയുടെ സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഒരു കരിയർ നിങ്ങൾ ഫോർവേഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദാറ്റ്. എന്തെങ്കിലും കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തേക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആണ്. അതായത് മാക്സിമം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിന്, ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു കോളേജിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നേരത്തെ പഠിച്ചവർ പറഞ്ഞാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ പഠിച്ച കോളേജിനെ കുറിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ടീച്ചിങ്, അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളത് നെക്സ്റ്റ് വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കോഴ്സിനെ കുറിച്ച്, കോഴ്സ് നല്ലതായിരുന്നു, കോഴ്സിൻ്റെ ഔട്ട്കം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങൾ അതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. സോ അത് ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സൈബർ സെക്യൂരിറ്റിയിലാണ് നിങ്ങളൊരു കരിയർ നോക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒരുപാടധികം കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഫോർ മോർ കണ്ടൻറ്റ്സ് ലൈക്ക് ദിസ്. താങ്ക് യു.